വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ ആത്മാവ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിക്കും തന്നിൻ മൊഴി സഞ്ചാരി നീ കൂടെ വാ ചേർക്കാമെന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാമെന്നെ വീട്ടിൽ ഞാൻ. വളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ഉള്ളം തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ടയെങ്ങുമേ ശത്രുശല്യമെങ്ങുമേ പേടിക്കേണ്ടയെങ്ങുമേ ആത്മാവ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ആത്മാവ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിക്കും തന്നിൻ മൊഴി കേട്ടിൽ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിൻ മൊഴി കേട്ടിൽ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി
നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രി കണ്ടവരെത്ര പേർ പ്രഭാതയാമം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ ഭവനങ്ങളിൽ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ശബ്ദം ഉയർന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന സന്തോഷത്തിനായ സമാധാനത്തിനായ സ്തോത്രം. കർത്താവേ, അവരെക്കാളൊട്ടും പ്രഗത്ഭരല്ല ഞങ്ങൾ. കർത്താവേ, ഞങ്ങൾ ശ്രേഷ്ഠതയുള്ളവരല്ല, കഴിവുള്ളവരല്ല. ഞങ്ങളെക്കാൾ കഴിവുള്ളവർ, ശ്രേഷ്ഠതയുള്ളവർ കർത്താവേ. സമൂഹത്തിൽ അറിയപ്പെടുന്നവരൊക്കെ പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവമേ, ഞങ്ങളോട് കാണിച്ച നിന്റെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായ സ്തോത്രം. ഇന്ന് പകൽ ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമേ. ഞങ്ങളുടെ ദേശനിവാസികളെ, മയിൽഭവനങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ. ഇന്ന് പകലിൽ എല്ലാവരുടെ മേലും ദൈവീയ കൃപ ഉണ്ടാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ പാർക്കുന്നു, അവരെയും ദൈവം സൂക്ഷിക്കണമേ. അവിടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് നിൻ്റെ സന്നിധിയിൽ നേരോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. നിൻ്റെ നാമം ഞങ്ങളുടെ മഹത്വം എടുക്കുവാൻ ഇടയാക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്കൂളുകൾ തുറക്കുന്നു, കോളേജുകൾ തുറക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. അവരുടെ യാത്രയിൽ കൂടിയിരിക്കണമേ. ആപത്തുനിന്നും അനർത്ഥങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. കർത്താവെ, അവരെവിടെ പോയിരുന്നാലും കർത്താവെ ക്രിസ്തുവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അനുവദിക്കാതെ ദൈവമേ, ദിവ്യകരത്തിൻ്റെ കൂടെ ദിവ്യകരത്തിൻ്റെ സംരക്ഷണം അനുഭവിപ്പാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കും. ദൈവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. തൃക്കരങ്ങളിൽ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിടുവിച്ച് കുഞ്ഞുങ്ങളെ കണ്ണിന് കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റു പഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വിവിധ കുഞ്ഞുങ്ങൾ കർത്താവെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, സുഖമില്ലാതെ ഭാരപ്പെടുന്ന ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം സൗഖ്യവും ആശ്വാസവും വിടുതലും കൊടുക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൽ കർത്താവെ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവമേ, ഈ പ്രഭാതത്തിൽ കർത്താവരുടെ നേറുന്ന വിഷയങ്ങൾ ഒത്തിരിയുണ്ട്. കർത്താവെ, ആ വിഷയങ്ങളൊക്കെ പ്രവർത്തിക്കണമേ. വിശേഷ കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെയുള്ള വ്യക്തികളെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് കർത്താവെ നല്ല ഭവനത്തെ കൊടുത്ത് മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വാടക വീട്ടുകളിൽ താമസിച്ച് വാടക കൊടുപ്പാൽ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവമേ, ഈ പ്രഭാതത്തിൽ കർത്താവിനോട് മനസ്സിലോ കാണിച്ച് അവർക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഉപജീവന മാർഗത്തിന് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതൊക്കെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ഈ പകലിൽ കർത്താവ് അങ്ങനെയുള്ള മേൽ ദൈവമേ ദൈവികകരം പ്രവർത്തിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥന. അവർ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാതെ ദൈവമേ, അവർ ക്രിസ്തുവിൽ കർത്താവ് പ്രത്യാശയുള്ളവരായി ദൈവമേ ദൈവത്തിനുള്ള മറുപടി കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, സഹോദരങ്ങൾ പലരും കർത്താവ് പല ഭാഗങ്ങളിൽ പാർക്കുന്നു. കർത്താവെ, അതിൻ്റെ എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ. വിശേഷാൽ കർത്താവെ,
ദേശത്തും വിദേശത്തുമായൊക്കെ ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. വിശേഷാൽ വാഹനം ഓടിക്കുന്ന അനേക സഹോദരങ്ങൾ കർത്താവ്, ഈ പ്രഭാതയാമത്തിൽ അങ്ങനെയുള്ളവരെല്ലാവരും ദൈവകരങ്ങളെ കൽപ്പിക്കുന്ന ദീർഘദൂരങ്ങൾ വാഹനം ഓടിക്കുന്നവരുണ്ട്. ദൈവമേ, ഒരാപത്തും അനർത്ഥങ്ങൾ സംഭവിക്കാതെ അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ. അവർ വാഹനങ്ങളെ ദൈവം സംരക്ഷിക്കണമേ. വീതിയിലൊന്നും ആരും പട്ടുപോകാൻ അനുവദിക്കാതെ വെള്ളം ദൈവമേ, അവരൊക്കെ ദൈവം സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ, നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും ദൈവം സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് വലിയ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവികകരം അവരുടെ കൂടെ ഇരിക്കണമേ. ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ അവരെ വിടുവിച്ച് കൺമണി പോലെ ദൈവം കാത്തു പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ സുവിശേഷ സംഘടനകൾക്കായി, സുവിശേഷ മാധ്യമങ്ങൾക്കായി, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി ദൈവമേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ യുവജന സംഘടനകൾ, എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കർത്താവെ, അങ്ങനെ നിൻ്റെ നാമത്തെ ഉയർത്തുന്ന എല്ലാ മാധ്യമങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. നിൻ്റെ നാമം മാത്രം ഉയരുവാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ കർത്താവെ, നിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായി സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. നല്ല പ്രോഗ്രാമുകൾ, നല്ല അവസരങ്ങൾ, നല്ല വേദികളൊക്കെ കൊടുത്തവരെയും ദൈവം മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ മറക്കാത്ത ദൈവമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, ഞങ്ങളെ മറക്കാത്തവൻ, ഞങ്ങളെ ഉപേക്ഷിക്കാത്തവൻ, ഞങ്ങളെ തള്ളിക്കളയാത്ത ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ഹല്ലേലൂയ, ഹൃദയം നീറുമ്പോൾ സമീപസ്ഥനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നും വരുന്നു എന്ന് പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ശാരീരികമായി ബലപ്പെടുത്തണമേ, മാനസികമായി ബലപ്പെടുത്തണമേ. ശരീരത്തിലെ അസ്വസ്ഥതകളും ഭാരങ്ങളൊക്കെ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അലർജി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളവർ മേൽ ദൈവത്തിൻ്റെ കരം വെക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാതുകളിൽ ശബ്ദം മുഴങ്ങുമ്പോൾ ദൈവമേ, അലർജി രോഗത്താൽ ഭാരപ്പെടുന്ന ചില വ്യക്തികളെ ദൈവം സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉച്ച തൊട്ട് ഉള്ളാൽക്കാൽ വരെ ദൈവശക്തി വ്യാപരിച്ച് കർത്താവെ, ഓ ഹല്ലേലൂയ, അലർജി രോഗത്തെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവമേ, അവർക്ക് സൗഖ്യം ഈ പകലിൽ കൊടുക്കണമേ. കർത്താവ് തൊട്ടാലും കർത്താവിനെ തൊട്ടാലും സൗഖ്യമുണ്ട് കർത്താവ്. ഇന്ന് പകലിൽ പ്രഭാതത്തിൽ ദൈവശക്തി അവരെ തൊടണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ഇന്ന് പകലിൽ കേട്ടതിനായ സ്തോത്രം. നേരോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. സ്വർഗം പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.